ഇതിഹാസ താരം രാജ് കപൂറിന്റെ 100ാം ജന്മവാർഷികം ആഘോഷിക്കുന്ന വേളയിൽ പ്രധാനമന്ത്രിയെ കാണാൻ കപൂർ കുടുംബമെത്തി. പ്രധാനമന്ത്രിക്കൊപ്പം ഏറെ നേരം ചെലവഴിച്ച ശേഷമാണ് കുടുംബം മടങ്ങിയത്. ആലിയ ഭട്ട്, രൺബീർ കപൂർ, കരീന കപൂർ, സെയ്ഫ് അലി ഖാൻ, കരിഷ്മ കപൂർ, നീതു കപൂർ, ആദുർ ജെയിൻ, അർമാൻ ജെയിൻ തുടങ്ങിയ കപൂർ കുടുംബത്തിലുള്ളവരാണ് പ്രധാനമന്ത്രിയെ കാണാനായി എത്തിയത്. തമാശകളൊക്കെ പറഞ്ഞ കളിയും ചിരിയുമായി പ്രധാനമന്ത്രിക്കൊപ്പം ഏറെ നേരം താരങ്ങൾ സമയം ചെലവഴിച്ചു. പ്രധാനമന്ത്രിക്കൊപ്പം ഇരിക്കുക എന്നത് സ്വപ്നമായിരുന്നുവെന്നാണ് കരീന കപൂറിന്റെ പ്രതികരണം. രാജ് കപൂറിനെ കുറിച്ച് ഡോക്യുമെന്ററി നിർമ്മിക്കാൻ മോദി ആവശ്യപ്പെട്ടെന്നാണ് സെയ്ഫ് അലി ഖാൻ പറഞ്ഞത്. മക്കളായ തൈമൂറിനും ജിയയ്ക്കും മോദി പ്രത്യേക സന്ദേശം എഴുതി നൽകുകയും ചെയ്തു. മറക്കാനാവാത്ത ദിനമെന്നാണ് കൂടിക്കാഴ്ചയെ രൺബീർ കപൂർ വിശേഷിപ്പിച്ചത്. മാത്രമല്ല, പ്രധാനമന്ത്രിയോട് എന്ത് പറയണമെന്നതിനെക്കുറിച്ച് ആഴ്ചകളായി ഫാമിലി വാട്സപ്പ് ഗ്രൂപ്പിൽ പരസ്പരം ചർച്ചകളാണെന്നും രൺബീർ പ്രധാനമന്ത്രിയോട് തന്നെ പറഞ്ഞു. അഭിമാന നിമിഷമെന്നാണ് ആലിയ ഭട്ട് പ്രതികരിച്ചത്. ഇന്ത്യൻ സിനിമയ്ക്ക് രാജ് കപൂർ നൽകിയ സമാനതകളില്ലാത്ത സംഭാവനകൾക്കും അദ്ദേഹത്തിന്റെ ശാശ്വതമായ പാരമ്പര്യത്തിനും ആദരമായി ഈ പ്രത്യേക കൂടിക്കാഴ്ച. രാജ് കപൂറിന്റെ ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി കപൂർ കുടുംബത്തെ കാണാൻ വിലപ്പെട്ട സമയം നീക്കിവെച്ചതിന് രാജ് കപൂറിന്റെ മകൾ റിമ കപൂർ പ്രധാനമന്ത്രിക്ക് നന്ദി അറിയിച്ചു. മുത്തച്ഛന്റെ ജീവിതയാത്രയിലൂടെ സഞ്ചരിക്കാൻ അവസരം നൽകിയ രാജ് കപൂറിനെ കുറിച്ചുള്ള ഗവേഷണത്തിന് ഒരു സിനിമ നിർമ്മിച്ചതിനും രാജ് കപൂറിന്റെ ചെറുമകൻ അർമാൻ ജെയിനെ മോദി അഭിനന്ദിച്ചു. 2024 ഡിസംബർ 13, 14, 15 തീയതികളിൽ കപൂർ കുടുംബം രാജ് കപൂറിന്റെ റെട്രോസ്പെക്റ്റീവ് സംഘടിപ്പിക്കുന്നുണ്ടെന്നും രൺബീർ പ്രധാനമന്ത്രിയെ അറിയിച്ചു. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.